ചേട്ടാ നമസ്കാരം. ബംഗ്ലാദേശ് കത്തിയെരിയുകയാണ്. കലാപകാരികൾ എല്ലാവരും കൂടെ ചേർന്ന് 150-ലേറെ ആൾക്കാരെ കൊലപ്പെടുത്തി എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. കഴിഞ്ഞ ദിവസം ഷേഖ് ഹസീന രാജിവെച്ചു. ഷേഖ് ഹസീന ഇപ്പോ ഗാസിയാബാദിൽ ഇന്ത്യ സ്വീകരിച്ചിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകൾ വരുന്നു. ഇന്ത്യയിൽ അഭയം പ്രാപിച്ചു. ഇന്ത്യയിൽ നിന്ന് ലണ്ടനിലേക്ക് പോകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷെ അങ്ങനെ പോകില്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഷേഖ് ഹസീനയ്ക്ക് ഇപ്പോൾ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള രാജ്യം ഇന്ത്യയാണ് എന്നാണ് പല വിദേശകാര്യ വിദഗ്ധരും പറയുന്നത്. അപ്പോ ഈ ബംഗ്ലാദേശിലുണ്ടായ ഈ കലാപം ഇന്ത്യ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ബിജേട്ടൻ എന്താ തോന്നുന്നത്? ഇന്ത്യയെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളായിട്ട് തന്നെ ഉം, ഉണ്ടാക്കി കൊടുത്ത ഒരു രാജ്യമാണ്. പാകിസ്ഥാനെ വിഭജിച്ച് ഉം, നമ്മൾ തന്നെ അവരെ സഹായിച്ച് അവർക്ക് വേണ്ടിയിട്ട് ഒരു രാജ്യം അവർക്ക് വേണമെന്ന് പറഞ്ഞു അങ്ങനെ അവര് ഉം, സ്വാതന്ത്ര്യം സമരങ്ങൾ നടത്തി യുദ്ധം ചെയ്ത് നേടിയ ഒരു രാജ്യമാണ്. ഉം, അപ്പോ അവിടുത്തെ ഈ എല്ലാ കാര്യങ്ങളിലും ഇന്ത്യക്ക് വളരെയധികം പങ്കുണ്ട്. ഈ അതിർത്തി പ്രദേശങ്ങളിൽ ഉം, കിടക്കുന്ന രാജ്യങ്ങളെല്ലാം ഇപ്പൊ പാകിസ്ഥാൻ ഒഴിച്ച് ഉം, ബാക്കിയുള്ള രാജ്യങ്ങളുമായിട്ടൊക്കെ ട്രേഡിംഗ് ഉണ്ട്. ഈ ഒരു ഉം, ഇപ്പോഴത്തെ ഒരു അക്രമസംഭവം കാണുമ്പോൾ എനിക്ക് മനസ്സിലാകുന്ന കാര്യം, കുറച്ചു നാൾക്ക് മുമ്പ് ഉം, അതായത് നമ്മുടെ രാജ്യത്തും ഒക്കെ ഒരു കൽക്കരിയുടെ ക്ഷാമം നേരിട്ടായിരുന്നു. കൽക്കരി വലിയ ക്ഷാമമായിരുന്നു, വലിയ വാർത്തയായിരുന്നു. ആ സമയത്ത് ഈ ബംഗ്ലാദേശില് ഏഹ്, ആഴ്ചകളോളം നീളുന്ന പവർ കട്ടിലേക്ക് അവർ പോയി. കാരണം അവർക്കും ഈ ഉം, കോളിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു, ഈ കൽക്കരിയുടെ ഉം, പ്രശ്നം ഉണ്ടായിരുന്നു. അന്ന് നമ്മുടെ രാജ്യം അവർക്ക് കൽക്കരി കൊടുത്തു. അപ്പൊ നമ്മളൊരു വലിയ ഉം, പ്രതിസന്ധിയിലായിരുന്നു. നമ്മുടെ പ്രതിസന്ധി തന്നെ കോൾ ഏഹ്, ലഭ്യതയില്ലാത്തതല്ല, അതിന്റെ ഉം, അത് എത്തിക്കേണ്ടടുത്ത് എത്തിക്കാനുള്ള ഒരു സംവിധാനത്തിന് എന്തോ തകരാറ് പറ്റും. അതായത് ട്രെയിൻ മുഖേനയാണ് ഇത് ഉം, പലയിടത്തും എത്തിക്കുന്നത്. അപ്പൊ അത് റെയിൽവേ ലൈൻ മണ്ണിടിച്ചിലോ അങ്ങനെ വന്നിട്ട് ഒരു ബ്ലോക്ക് വന്നുപോയി. അതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ കോൾ പാടങ്ങളുണ്ട്, ഖനികൾ, ഈ കൽക്കരി ഖനികൾ, അതിൽ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ ഇത് എടുക്കാൻ പ്രയാസകരമാണ്, വലിയ ഖനികൾ. അപ്പൊ ഉം, അങ്ങനെയൊക്കെ വന്ന് കുറെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, നമുക്ക് എടുക്കാൻ പറ്റാം. കാരണം നമ്മുടെ കയ്യിൽ സാധനം ഇല്ലാഞ്ഞിട്ടായിരുന്നു. പക്ഷെ ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഉം, നമ്മൾ ഈ ബംഗ്ലാദേശിനെ സഹായിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഈ അടുത്ത കാലത്ത് വലിയ അപ്പൊ അപ്പോൾ തന്നെ ഈ ബംഗ്ലാദേശ് വലിയ പ്രതിസന്ധിയിലാണ്. പക്ഷെ ഈ പല ഇൻഡെക്സുകളിലൊക്കെ ബംഗ്ലാദേശ് കുതിക്കുന്നു, വികസനത്തിന്റെ പാതയിലാണെന്നൊക്കെ പറയുമ്പോഴും അടിസ്ഥാനപരമായി അവർ കുറെ അധികം പ്രശ്നങ്ങൾ അവരിൽ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഉം. അവിടെയാണ് ഇപ്പോൾ ഈ കലാപം വന്നിരിക്കുന്നത്. ഒരിക്കലും ഒരു രാജ്യത്തും പട്ടാളത്തിന് ഭരണം നടത്താൻ കഴിയില്ല. കാരണം പട്ടാളത്തിന്റെ ജോലി ഭരണം നടത്തുക എന്നുള്ളതല്ല, സുരക്ഷാ ഉം, ക്രമീകരണങ്ങൾക്കാണ് അവർ ട്രെയിൻ ഉം. ചെയ്തിരിക്കുന്നത്, അവരുടെ രീതിയും അതാണ്. ഇന്ന് വരെ അതെ പട്ടാളം അതെ. ഭരണം നടത്തിയ എങ്ങും വിജയിച്ചതായി നമ്മൾ കണ്ടിട്ടുമില്ല. ഉം, പട്ടാള ഭരണാധികാരികൾ പല മന്ത്രിസ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ ഉന്നത പദവികളിലോ വന്നിട്ടുണ്ടാകാമായിരിക്കും. പക്ഷെ പട്ടാളം നമുക്കറിയാം, പാകിസ്ഥാനിലേക്ക് ഇടയ്ക്കിടയ്ക്ക് പട്ടാള ഭരണം വരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഉം, പട്ടാളക്കാർ പലയിടത്തും ഇപ്പൊ ചെയ്യുന്ന ഒരു ടെക്നിക്ക് എന്താണെന്ന് വെച്ചാൽ, ഈ കലാപം ഉണ്ടാകുമ്പോൾ അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുക, അതിനുശേഷം ഈ ഉം, കലാപത്തെ വിജയിപ്പിച്ചു കഴിഞ്ഞ് പട്ടാളം ഈ ഭരണം ഏറ്റെടുക്കുക, അതിനുശേഷം ഉം, ഈ പട്ടാളത്തിന്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഭരണാധികാരികളെ അപ്പോയിന്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു രീതി. ഇപ്പൊ പലയിടത്തും കണ്ടുവന്നിരിക്കുന്ന ഒരു രീതി അതാണ്. ഈ ഉം, പാകിസ്ഥാനിലായാലും ഒക്കെ കണ്ടുവന്നിരിക്കുന്ന നമ്മൾ ആ ഒരു മെത്തേഡിലാണ് ഇപ്പൊ പോകുന്നത്. അപ്പൊ ഈ പട്ടാളം ഭരണം ഏറ്റെടുത്തു എന്നുള്ള ദുഷ്പേര് മാറിക്കിട്ടുകയും ചെയ്യും. പട്ടാളം ഉം, സമയോചിതമായി ഇടപെട്ടു എന്നുള്ളതാകും. പക്ഷെ പട്ടാളമാണ് ഭരിക്കുന്നത്. അപ്പൊ ആ ഉം, രീതിയിലേക്കാണ് ബംഗ്ലാദേശ് പോകുന്നത്. അത് ബംഗ്ലാദേശിനെ ഉം. സംബന്ധിച്ച് ഏഹ്, അങ്ങനെ ഒരു അസ്ഥിരമായ ഒരു ഭരണം ബംഗ്ലാദേശിൽ വന്നു കഴിഞ്ഞാൽ ബംഗ്ലാദേശിന് വലിയ പ്രശ്നങ്ങളാണ്. കാരണം ബംഗ്ലാദേശിൽ ഉം, നോട്ടം വിട്ടുകൊണ്ട് ചൈന എന്ന് പറയുന്ന ഒരു രാജ്യം ഏറെക്കാലമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഒരുപക്ഷെ ഉം. ഈ ഇങ്ങനെ അസ്ഥിരപ്പെട്ട് നിൽക്കുന്ന ബംഗ്ലാദേശാണ്, ബംഗ്ലാദേശിന്റെ ഏതാണ്ട് അതിർത്തി പ്രദേശങ്ങളിലുള്ളതൊക്കെ ചൈന കൊണ്ടുപോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്, ഉം, യാതൊരു സംശയമില്ലാത്ത ഉം, ഉം, കാര്യമാണ്. അപ്പൊ കഴിഞ്ഞ ഉം, കുറെ നാളുകളായിട്ട് ഈ ഷെയ്ഖ് ഹസീന ഇന്ത്യയുമായിട്ട് വലിയ അടുപ്പം സൂക്ഷിക്കുകയും ഈ ഉം, ബംഗ്ലാദേശിലെ വലിയ തുറമുഖത്തിന്റെ നടത്തിപ്പ് ചുമതല ഇന്ത്യക്ക് ഏൽപ്പിക്കുകയൊക്കെ ചെയ്തത്. അത് ചൈന വളരെ കാലമായി നോക്കിക്കൊണ്ടിരുന്ന ഒരു ഉം, തുറമുഖമാണത്. ഉം, മ്യാൻമാറിലെ തുറമുഖം നമ്മളുടെ കയ്യിലേക്ക് തന്നു, ഇറാന്റെ കിട്ടി. അതിന് പിന്നാലെ നമുക്ക് കിട്ടിയത് ബംഗ്ലാദേശിന്റെ തുറമുഖമായിരുന്നു. അതെനിക്ക് ഉം, ഒന്നരാഴ്ചക്ക് മുമ്പ് നടന്ന ഒരു ഡീലാണ് കിട്ടി. കാരണം നമ്മളെ ഉം. സംബന്ധിച്ച് ആ തുറമുഖങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ചൈന ഈ സമുദ്ര മേഖലയിൽ ആധിപത്യം സ്ഥാപിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അതെ അതെ. ഏറ്റവും വലിയ ഒരു ഇതാണത്. പക്ഷെ അവിടെയാണ് ഞാൻ ഉം, പറയുന്നത്, ഈ ഒരു രാജ്യം അസ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഈ ചൈനയോടൊക്കെ ചേർന്ന് കിടക്കുന്ന ഒരു രാജ്യമൊക്കെ അസ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ, ഈ മ്യാൻമാറിലും ഒക്കെ അതാണ് പ്രോബ്ലം. അവര് ഒരുപക്ഷെ ഇന്ത്യയെ പോലല്ല. ഇന്ത്യ കുറച്ചുകൂടെ ഒരു മാന്യമായ രീതിയിലുള്ള ഒരു പെരുമാറ്റമാണെങ്കിൽ ചൈന അങ്ങനെയല്ല. അവരത് കവർന്നെടുക്കുക, അടിച്ചു മാറ്റുക, അല്ലെങ്കിൽ അവിടെ എങ്ങനെയെങ്കിലും നുഴഞ്ഞു കയറുക. കാരണം അവരെ സംബന്ധിച്ച് ബംഗ്ലാദേശിനെ രക്ഷിക്കുക എന്നുള്ളതല്ല, ഉം, പാകിസ്ഥാനെ രക്ഷിക്കാനായിട്ട് ചൈന പോയിട്ട് എന്താണ് അവിടെ സംഭവിച്ചത്? പാകിസ്ഥാന്റെ അസ്ഥിവാരം തോണ്ടിക്കൊണ്ടിരിക്കുകയല്ലേ അവര്. ഉം, അപ്പോ ആ ഉം. ഒരു രീതിയിലേക്ക് പോകും. ഇനി അറിയില്ല, ഇപ്പൊ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ സമരം നയിച്ചവരും ഒക്കെ കൂടെ ചേർന്നൊരു മന്ത്രിസഭ രൂപീകരിക്കും ബംഗ്ലാദേശ് എന്ന് പറയുന്നു. അപ്പൊ ഉം. അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കേന്ദ്ര സർക്കാർ ഇപ്പോൾ അത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഈ അവിടെ ഒരു സർക്കാർ വരാതെ ഒരിക്കലും നമ്മുടെ ഉം. സർക്കാരിന് അവരുമായി ബന്ധപ്പെടാൻ കഴിയില്ല. അവിടുത്തെ അതെ. സൈനിക നേതൃത്വവുമായിട്ട് ഒരിക്കലും ചർച്ച നടത്താനോ ബന്ധപ്പെടാനോ കഴിയില്ല.
ഏതായാലും ഇന്ത്യ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു രാജ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പൊ രാവിലെ സർവകക്ഷി യോഗം വിളിച്ചിട്ടുണ്ട് പാർലമെന്റിൽ എല്ലാ ഉം, പാർട്ടികളുടെയും. ഉം, അപ്പൊ അവിടുന്ന് ഉം. എനിക്ക് തോന്നുന്നത് ഇതായിരിക്കാം സർക്കാരിന്റെ ഒരു മുമ്പോട്ടുള്ള പോക്ക് ഇതായിരിക്കാം. അവിടെ ഒരു സർക്കാർ വരട്ടെ, കാരണം അവിടെ സംസാരിക്കാൻ ഉം. ഒരാൾ വേണമല്ലോ. അവിടെ അതെ അതെ. ആരോടെങ്കിലും സംസാരിക്കാൻ ഒരാളാണ്. അപ്പൊ സംസാരിക്കാൻ ഒരാൾ വരട്ടെ, അവരുടെ നിലപാട് എന്താണെന്ന് അറിയട്ടെ എന്നുള്ളതാണ്. പിന്നെ ഉം. അവിടെ മറ്റൊന്ന് ഇനി ഏത് സർക്കാർ കയറിയാലും ആ സർക്കാരിന് എല്ലാവരെയും വെറുപ്പിച്ച് മുമ്പോട്ട് പോകാൻ പറ്റില്ല. അതെ പകരം ആ സർക്കാരിന് മറ്റു രാജ്യങ്ങളുടെ സഹായം ഇല്ലാതെ ബംഗ്ലാദേശിൽ സർക്കാർ മുമ്പോട്ട് പോയില്ല. ഇനിയിപ്പോൾ എന്താണ് അതെ അതെ. അവരുടെ നിലപാടെന്നുള്ളതാണ് നമുക്ക് വരും മണിക്കൂറിൽ കാണാൻ കഴിയുന്നത്. കാരണം ബംഗ്ലാദേശിൽ ഉം. ഇപ്പൊ പുതിയ ഭരണാധികാരി വന്നു, അവർ അതെ. ചൈനയുമായിട്ടാണോ കൂടുതൽ കണക്ട് ചെയ്യപ്പെടുന്നത് എന്നറിയണം. നമ്മുടെ ഉം. മാലിയൊക്കെ ഈ അടുത്ത കാലത്ത് ചൈനയുമായിട്ട് കൂടുതൽ കണക്ട് ചെയ്യാൻ പോയി. അതിന്റെ ഒരു ഉം. ഉം. തിക്തഫലം അവർ അനുഭവിക്കുകയും ചെയ്തു. അതേപോലെ തന്നെ ഈ ചൈനയുടെ ഒരു എന്താ ഒരു ആരാധകനാണോ, ഇല്ല ഇന്ത്യ ഉം. വേണ്ട ചൈനയുമായിട്ട്, കാരണം ഒരു ഇന്ത്യ വിരുദ്ധത വെച്ചുകൊണ്ട് ചൈനയുമായിട്ട് അടുക്കാം എന്ന് തീരുമാനിക്കുകയാണോ ഉം. എന്താണെന്നുള്ളത് നമുക്ക് പിന്നെ വരും മണിക്കൂറിലേ അറിയാൻ കഴിയുകയുള്ളൂ. ഈ പട്ടാള അട്ടിമറി എന്ന് പറയുമ്പോൾ അതെന്താണ് ഉപയോഗിച്ചത്? നമ്മുടെ പ്രേക്ഷകർക്കായിട്ടൊന്ന് പറയാമോ? എന്താണ് ഈ പട്ടാള അട്ടിമറി എന്ന് ഒരു രാജ്യത്ത് ഉണ്ടായി കഴിയുമ്പോൾ രാജ്യത്തിന് വരുന്ന മാറ്റങ്ങൾ? അവിടെ ഒരു ഭരണാധികാരി എന്ന് പറഞ്ഞാൽ പട്ടാളത്തിന്റെ തലവനായിരിക്കുമോ ഭരിക്കുന്നത്, അല്ലെങ്കിൽ വേറെ ഒരു പാർട്ടി അവിടെ ഭരിക്കുമ്പോഴും സുപ്പീരിയർ പവർ പട്ടാളത്തിന്റെ തലവനായിരിക്കും? എങ്ങനെയായിരിക്കും അതിന്റെ ഒരു സെറ്റപ്പ്? ഒരു പട്ടാളം ഭരണം പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലാണ്. ഒന്ന്, പട്ടാളം ഇരച്ചു കയറി പാർലമെന്റിന്റെ ആദ്യം അവർ ചെയ്യുന്ന ടെലികമ്മ്യൂണിക്കേഷന്റെ മുഴുവൻ കൈപ്പിടിയിൽ ഒതുക്കുക എന്നുള്ളതാണ്. അതായത് രാജ്യത്തിന്റെ ചാനൽ സംവിധാനങ്ങൾ, ഒപ്പം റേഡിയോ സ്റ്റേഷൻസ്, ഇങ്ങനെയൊക്കെ ഉള്ളത് കൈപ്പിടിയിൽ ഒതുക്കുക എന്നുള്ളതാണ്. അത് ഒതുക്കുമ്പോൾ തന്നെ അതിന്റെ ഒരു 50% അവരുടെ കയ്യിലേക്ക് എത്തി. പിന്നുള്ളത് സൈന്യമല്ലേ, അവർ തന്നെയല്ലേ ലോ ആൻഡ് ഓർഡർ നോക്കുന്നത്. പോലീസിനെയൊക്കെ നിർവീര്യമാക്കിക്കൊണ്ട് അവർ തന്നെയാണ് അത് ചെയ്യുന്നത്. പിന്നീട് ഈ പ്രസിഡന്റിനെ കൊണ്ട് പ്രഷർ ചെലുത്തി രാജിവെപ്പിക്കുകയോ, ചില രാജ്യങ്ങളിലൊക്കെ തട്ടിക്കൊണ്ടുപോവുകയും വധിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. ആ ഒരു രീതിയിലാണ് അവർ പോകുന്നത്. പക്ഷെ ഇപ്പോഴും അതിനൊക്കെ ചേഞ്ച് വന്നിട്ടുണ്ട് ലോകത്തെമ്പാടും. ഇപ്പോഴും ഇവർ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കലാപം നടത്തുന്നവർക്ക്, അത് നമ്മൾ ശ്രീലങ്കയിലും കണ്ടതായത്, ശ്രീലങ്ക കണ്ടിട്ടുണ്ട്, പാകിസ്ഥാനും കണ്ടിട്ടുണ്ട്, ഇപ്പൊ ബംഗ്ലാദേശിലും മ്യാൻമാറും ഒക്കെ കാണും. കലാപം നടത്തുന്നവർക്ക് എല്ലാ സഹായം ചെയ്തു കൊടുക്കുക, അവരെ തടയാതിരിക്കുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അങ്ങനെ ഇന്നലെ നമ്മൾ അറിയുന്ന വിവരം അനുസരിച്ച് ബംഗ്ലാദേശിൽ 4 ലക്ഷത്തോളം കലാപകാരികളാണ് ആ രാജ്യത്ത് അക്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും. കാരണം അവരെയൊക്കെ തടയാതിരുന്നിട്ട് അവരെ കൊണ്ട് കലാപം ശക്തമാക്കിച്ച് ഭരണം കൂടത്തെ അട്ടിമറിക്കുക. അട്ടിമറിച്ച് കഴിയുമ്പോൾ സ്വാഭാവിക ഇതിന്റെ പിന്നിൽ യഥാർത്ഥത്തിൽ ആരാണ്? ഇതിന്റെ പിന്നിൽ ഇതൊരു US അട്ടിമറിയാണെന്നാണ് പല ആൾക്കാരും പറയുന്നത്. അതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ? അല്ല, അത് ഈ US അട്ടിമറി എന്ന് പറയാൻ കാരണം, മുമ്പ് ഈ ഷേഖ് ഹസീന കുറച്ചു നാൾക്ക് മുമ്പ് പറഞ്ഞൊരു പ്രത്യേക ക്രിസ്തുരാജ്യം സ്ഥാപിക്കാൻ ഒരു ശ്രമം നടക്കുന്നുണ്ട്. അതായത് ഇന്ത്യയുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളും ഈ ബംഗ്ലാദേശിന്റെ കുറെ ഭാഗങ്ങളും ചേർത്തുകൊണ്ട് ക്രിസ്തുരാജ്യം സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ആളുകൾ അവിടെ വന്ന് പ്രവർത്തനം തുടങ്ങിയിട്ട് ഒരുപാട് നാളായി എന്ന് പറയുന്നുണ്ട്. ഒരുപക്ഷെ അത്തരം കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർത്തിട്ടായിരിക്കും ഈ US എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു. എനിക്കറിയില്ല, അതിന്റെ കാര്യങ്ങൾ എനിക്കറിയത്തില്ല. ഏതായാലും ഈ പട്ടാളം ഭരണം പിടിക്കുന്ന ഏത് രാജ്യത്തും പട്ടാളത്തിന് കുറെ താല്പര്യങ്ങളുണ്ട്, ഈ പട്ടാള മേധാവികൾ. ആ താല്പര്യത്തിന്റെയും അധികാര കൊതിയുടെയും ഇല്ല അധികാരം നുണയാനുമുള്ള ഒരു ആഗ്രഹത്തിലാണ് തന്നെയാണ് അവർ മുമ്പോട്ടിറങ്ങുന്നത്. അങ്ങനെയുള്ളവരെല്ലാം വിലക്കെടുക്കാൻ പറ്റും, അങ്ങനെയുള്ളവരെല്ലാം സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനല്ല, എനിക്ക് എന്റെ രാജ്യമാണ് വലുതെന്ന് പറഞ്ഞൊരു സേന ഉണ്ടെങ്കിൽ അവിടെ ഒരു വൈദേശിക ശക്തികൾക്കും ഇടപെടാൻ കഴിയുകയില്ല, പണം എറിഞ്ഞാലും വീഴില്ല. അപ്പൊ ഇങ്ങനെ ഒരു വാർത്ത മുമ്പ് വന്നിരുന്നു, ഈ ഒരു പ്രത്യേക രാജ്യം രൂപീകരിച്ചു. ഇനി അതിന്റെ ഭാഗമായിട്ട് US ഇടപെട്ടതാണോ എന്നറിയില്ല. കാരണം US സംബന്ധിച്ച് നിർണായകമാണ് ഈ ബംഗ്ലാദേശ് എന്ന് പറയുന്നത്. കാരണം അവർക്ക് ഈ ചൈനയുമായിട്ട് നിരന്തരം പോരടിക്കുന്നത് കൊണ്ട് ബംഗ്ലാദേശ് പോലെ ഒന്ന് കിട്ടുക എന്ന് പറഞ്ഞാൽ അവർക്ക് എളുപ്പമുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ഒരു സമുദ്രാതിർത്തിയിൽ കുറച്ചുകൂടെ കാരണം നിലവിലത്തെ സാഹചര്യത്തിൽ ഇന്ത്യയും ഈ US വലുതായിട്ട് അടുപ്പിക്കുന്നില്ല, ചൈനയും വലിയ ശക്തി അവരും അടുപ്പിക്കുന്നില്ല. പിന്നെ അവരുടെ കയ്യിലുള്ള ആകെ ഒരു സംഭവം ഇപ്പൊ പാകിസ്ഥാൻ മാത്രമേ നിലവിലുള്ളൂ. ലങ്കയിലും ഒന്നും അവർക്ക് വലിയ റോളില്ല. പിന്നെ അവർക്ക് റോൾ കിട്ടാൻ അവർ ആഗ്രഹിക്കുന്നത് ഈ ബംഗ്ലാദേശിലാണ്. കാരണം ഈ സമുദ്രത്തിന്റെ ഒരു വലിയ പവറും കൂടെ ഉണ്ടല്ലോ. അപ്പൊ അത് അവർ നേരത്തെ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണത്. അപ്പൊ അവരതിന്റെ കലാപത്തിൽ, പക്ഷേ ഞാനിപ്പോ ഈ ലേറ്റസ്റ്റ് കുറച്ചു മുമ്പ് ഞാൻ വായിച്ച ചില മീഡിയകൾ പറയുന്നത് ഈ പാകിസ്ഥാൻ ചാര സംഘടന ISIS ആണ് ഇതിന്റെ ഒരു പിന്നിൽ പ്രവർത്തിച്ചത്. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ISIS പാകിസ്ഥാന്റെ ചാര സംഘടനയ്ക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വലിയ പണം മുടക്കോടെ ഒരു കലാപമൊന്നും സൃഷ്ടിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. അവിടെ ചിലപ്പോൾ ഒരുപക്ഷെ അമേരിക്ക പോലുള്ള ഏതെങ്കിലും രാജ്യത്തിന്റെ ഇല്ലെങ്കിൽ നമ്മുടെ സോറോസസ് എന്നൊക്കെ പറയുന്നതൊക്കെയുള്ള ആരുടെയെങ്കിലും ഒക്കെ ഫണ്ടിങ് ഉണ്ടാകാം. കാരണം ഫണ്ട് ഇല്ലാതെ കലാപം ഒന്നും നടക്കത്തില്ല. കലാപം എന്നുള്ള ഒരു പ്രകടനം പോലും നടക്കത്തില്ല. വെറുതെ പോയിട്ട് ആരും പട്ടിണി കിടന്നിട്ട് കല്ലെറിയാനൊന്നും പോയില്ല. കാരണം ഇതിന് നല്ല ഫണ്ടിങ് ഉണ്ടാകും. അപ്പൊ അതൊക്കെ വരേണ്ടിയിരിക്കുന്നു. പാകിസ്ഥാന്റെ ചാര സംഘടനയാണ് ഇതിന്റെ പിന്നിൽ നിന്നാണ് നാഷണൽ മീഡിയാസ് കുറച്ച് പേര് പറയുന്നത്. ഇനി അത് തെളിയേണ്ടിയിരിക്കുന്നു. നമുക്ക് അതിനെ കുറിച്ച് വ്യക്തത ഇല്ലാത്തതൊന്നും നമ്മൾ പറയുന്നത് ശരിയല്ല. 1996 ഷെയ്ഖ് ഹസീന ആദ്യമായിട്ട് അവിടെ പ്രധാനമന്ത്രിയാകുന്നത്.
അതിനുശേഷം അവിടെ പട്ടാള അട്ടിമറി ഉണ്ടായി. 2001 മുതൽ 2009 വരെ പ്രതിപക്ഷം ഭരിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം വീണ്ടും 2009 ഹസീന അധികാരത്തിലെത്തി. 75 മുതൽ 96 വരെ അവിടെ പട്ടാള അട്ടിമറിയായിരുന്നു. അപ്പൊ ഇനി ഹസീന തിരിച്ചു വരാനുള്ള ഒരു സാധ്യതയുണ്ടോ ഈ പട്ടാള അട്ടിമറിക്ക് ശേഷം? എന്താ ബിജുചേട്ടൻ തോന്നുന്നു? സാധ്യത വളരെ കുറവാണ്. കാരണം എന്താ വെച്ചാൽ ഒന്ന് അവരുടെ ഒരു ഏജ് 76 വയസ്സായി. ഇനിയിപ്പം അവരൊരു റിട്ടേൺ വരിക, പൊളിറ്റിക്സിലേക്ക് വരിക, പഴയതുപോലെ അവരുടെ ഒരു പൊളിറ്റിക്സ് ബിൽഡപ്പ് ചെയ്തെടുക്കുക വലിയ പാടാണ്. കാരണം അവരുടെ പാർട്ടിയിൽ ഉം, തന്നെ വലിയ എതിർപ്പ് ഉയർന്നിരുന്നു. പിന്നെ അവർ ഉം, മാനസികമായിട്ട് ഒരുപാട് തകർന്നാണ് പോകുന്നത്. കാരണം അവർ ഉം, തുടർച്ചയായി ഭരിച്ചു. ഇനി അവർ തിരിച്ച് മടങ്ങി വരാനുള്ള സാധ്യതകൾ കുറവാണ്. ഒന്ന് അവരുടെ ഏജ് ആണ്, ചെറിയൊരു ഏജ് ഉം, ആയിരുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ മടങ്ങി വരാമായിരുന്നു. കാരണം മടങ്ങി വന്ന് വീണ്ടും ഉം, പാർട്ടിയെയും ഒക്കെ ഒന്ന് ശക്തമാക്കുക ഇനിയുള്ള സാധ്യതകൾ ഉം, കുറവാണ്. ഉം, അപ്പൊ ബ്രിട്ടനിൽ അഭയം തേടാനാണ് സാധ്യത കൂടുതൽ. കാരണം ഈ രാഷ്ട്രീയ നേതാക്കന്മാരും പ്രധാനമന്ത്രിമാരും ഒക്കെ ബ്രിട്ടനിലാണ് അഭയം തേടാറുള്ളത്. കാരണം അവരെ സംബന്ധിച്ച് ഉം, കുറച്ചുകൂടെ ഈസിയാണ്, സെക്യൂരിറ്റി കുറച്ചുകൂടെ നല്ലതാണ്. പിന്നെ അവർക്ക് കുറച്ചുകൂടെ എല്ലാവരുമായിട്ട് അക്സസ് ചെയ്യാൻ പറ്റും. ഇന്ത്യ കണക്കൊരു ഉം, രാജ്യത്ത് ഇരുന്നു കൊണ്ട് അവർക്ക് അവരുടേതായ ഉം, ആക്ടിവിറ്റീസിൽ ഇടപെടുക വലിയ പ്രയാസകരമായിരിക്കും. കാരണം സ്റ്റേറ്റ്മെന്റ് ഉം, നടത്താനാണെങ്കിലും ഒക്കെ ഒരു വലിയ ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടാകും. നമ്മളങ്ങനെ അഭയം ഉം, കൊടുത്തിട്ടുണ്ട്, ഇല്ല എന്നുള്ളതല്ല, കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവരെനിക്ക് ഉം, തോന്നുന്നു, കാരണം അവരുടെ സഹോദരി അവിടുത്തെ ലേബർ പാർട്ടിയുടെ ആക്റ്റീവ് മെമ്പറും ഒക്കെ കൂടെയാണ്. ഉം, അപ്പൊ ഉം, ലണ്ടനിലേക്ക് പോകാനുള്ള സാധ്യതകളാണ് കൂടുതൽ. അവരിനി ഒരു മടങ്ങി വരവ് ഉണ്ടായില്ല. ഒരുപക്ഷെ ഈ ഉം, ബനസീർ ഭൂട്ടോയുടെ മകൻ വന്നത് കണക്ക് ഇവരുടെ മകൻ ഒരുപക്ഷെ ഇനി പൊളിറ്റിക്സിലേക്ക് വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഉം, ഇപ്പൊ നമുക്ക്, ഞാൻ പറഞ്ഞില്ല, ഇപ്പോഴത്തെ സ്ഥിതിയിൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ആകപ്പാടെ കലങ്ങി മറിഞ്ഞു നിൽക്കുന്ന ഒരു ഉം, സാഹചര്യത്തിലാണ് ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അനുനിമിഷം മാറുകയാണ്. ഞാൻ പറഞ്ഞില്ല, ഈ വാർത്ത എടുക്കുമ്പോഴും ഇത് അപ്ലോഡ് ചെയ്യുമ്പോഴും ഒക്കെ നമ്മൾ ഈ പറഞ്ഞതിന്റെ ഒക്കെ സ്ഥിതിഗതികൾ മാറിയിട്ടുണ്ട്. മാറാം. കാരണം അതെ, അതെ. പിക്ചർ തന്നെ മാറാന്നല്ല, മാറും. പിക്ചർ തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പൊ അവിടെ ഉം, ഇടക്കാല സർക്കാരിനെ ആര് നയിക്കുമെന്നുള്ളത് വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു. ഉം, ഉം, അതിനകത്ത് ഉം, ഉം, ഇന്ത്യ അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഇത് ആര് വരും എന്നുള്ള ഒരു പ്രശ്നം ഉം, വരുന്നു. അങ്ങനെ കുറെ ഉം, വിഷയങ്ങൾ ഇതിനകത്ത് ഇപ്പൊ കിടക്കുന്നുണ്ട്. ഇതിപ്പോ നമുക്ക് ഒരു 24 മണിക്കൂറിനുള്ളിൽ മാത്രമേ ഒരു പിക്ചർ നമുക്ക് കിട്ടുകയുള്ളൂ ശരിക്കും. ഉം, ഇതാ ആരാണ് ഭരിക്കും, ഇവർക്ക് ഭരണത്തിന് ചട്ടക്കൂട് ഉണ്ടാക്കുന്നു എന്ന് പറയുന്നു. കാരണം പ്രതിപക്ഷ ഈ പൊതു മിനിമം പരിപാടി ഉണ്ടല്ലോ, അതുപോലൊരു ഉം, പരിപാടി ഉണ്ടാക്കാൻ പോകുന്നു എന്നാണ് ഇപ്പൊ പുതിയതായിട്ട് വരുന്ന വാർത്ത. അതൊക്കെ വരികയാണെങ്കിൽ നമുക്ക്, ഉം, അതാ ഞാൻ ഉം, പറഞ്ഞത്, 24 മണിക്കൂറെങ്കിലും വേണ്ടി വരും ഉം, എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നറിയാൻ. ഉം. നമ്മള് ഇന്ത്യ ഇപ്പോ ഇതെങ്ങനെയായിരിക്കും നോക്കിക്കാണുന്നത്? വളരെ ജാഗ്രതയോടുകൂടി ഇന്ത്യ ഇരിക്കുകയാണ്. നമ്മുടെ അതിർത്തിയിലൊക്കെ സെക്യൂരിറ്റി വളരെയധികം കൂട്ടി എന്ന റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. അവിടെ നിന്നൊരു കുടിയേറ്റം ഇന്ത്യയിലേക്ക് ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ടോ? അങ്ങനെ ഒരു സാധ്യത കാണുന്നുണ്ട്. പക്ഷെ പഴയ കണക്ക് അവർക്ക് അങ്ങനെ വരാൻ കഴിയില്ല. അതൊന്ന്. ഉം, രണ്ടാമത്തെ കാര്യം, ഇപ്പൊ അവിടെ ഒരു ഭരണാധികാരി വന്ന് തീർച്ചയായിട്ടും ഇന്ത്യ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. നമ്മൾ അത് ഉം, പറയുമ്പോ മുമ്പ് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണം പിടിച്ചപ്പോൾ നമ്മൾ കോണ്ടാക്ട് ചെയ്യാൻ പോയില്ല. പക്ഷെ ഉം, ഇതങ്ങനെയല്ല, ഇത് കോണ്ടാക്ട് ചെയ്യുക തന്നെ ചെയ്യും. കാരണം ഉം, ചെയ്യേണ്ടത് അനിവാര്യമാണ്. അഫ്ഗാനിസ്ഥാൻ നമ്മൾ കോണ്ടാക്ട് ചെയ്താൽ ചെയ്തില്ലെങ്കിൽ നമുക്ക് വലിയ വിഷയമില്ല. കാരണം നമ്മളുമായിട്ട് നേരെ നമ്മുടെ തൊട്ട അയൽക്കാരനല്ലത്, ഉം, തൊട്ട അയൽക്കാരൻ പാകിസ്ഥാനാണ്. അപ്പം ഉം, ഇതങ്ങനെയല്ല, നമ്മളുമായിട്ട് ഏതാണ്ട് 4000 സംതിങ് കിലോമീറ്റർ അതിർത്തിയുണ്ട് ഇവർക്ക്. അത് ഉം, ബംഗാളും ത്രിപുരമായിട്ട് തന്നെ 2027 കിലോമീറ്റർ അതിർത്തി. മേഘാലയ, ഉം, മിസോറാം, ആസാം, ഇത് 5 സംസ്ഥാനങ്ങളായിട്ട് അതിർത്തി വെക്കുന്നത്. അങ്ങനെ തള്ളിക്കളയാൻ പറ്റും. അപ്പൊ അവിടെ ആരെങ്കിലും വന്നു ഉം, കഴിഞ്ഞാൽ സ്വാഭാവികമായും എസ് ജയശങ്കർ കാണുകയോ ഫോണിൽ വിളിക്കുകയോ ഒക്കെ ഉണ്ടാകും. ഇല്ല, അത് വരില്ല. അപ്പൊ അതിന്റെ അതാ ഞാൻ പറഞ്ഞത്, കുടിയേറ്റത്തിന് വേണ്ടി സ്വാഭാവികമായിട്ട് അവിടെ വലിയ സംഘർഷം വരികയാണെങ്കിൽ അവിടുന്ന് ഒരു ജനത്തിന്റെ ഒരു ഒഴുക്കുണ്ടാകും. പക്ഷെ ഉം, പഴയതുപോലെ ഒഴുകി ജനത്തിന് ഇങ്ങോട്ട് ഇറങ്ങാൻ കഴിയില്ല. കാരണം പണ്ടെന്ന് ഉം, പറഞ്ഞാൽ നമ്മൾ കുറച്ചൊക്കെ അവിടുത്തെ ഭരണാധികാരികൾ, ഈ പശ്ചിമ ബംഗാളിലെയും ആസാമിലെയും ത്രിപുരയിലൊക്കെ ഭരണാധികാരികളോട് കുറച്ച് കണ്ണടച്ച് കൊടുത്തിരുന്നു ഈ പല വഴിക്കൂടെ നുഴഞ്ഞു കയറ്റത്തിനായിട്ട്. പക്ഷെ ഇപ്പൊ അത് സ്ട്രിക്റ്റ് ആയിട്ട് വലിയ രീതിയിൽ BSF ഒക്കെ ടൈറ്റ് ചെയ്തിരിക്കുന്ന അവസ്ഥ. ഇന്നലെ തന്നെ അവര് എല്ലാ അതിർത്തികളും, ഇന്റർനാഷണൽ അതിർത്തി മാത്രമല്ല എല്ലാ അതിർത്തികളും അടച്ചു. ഇന്ത്യൻ ട്രക്സ് ഒക്കെ അവര് ഉം, ലോറികൾ കംപ്ലീറ്റ് വന്നു. പെട്രോളിംഗ് ആയി, ഉം, രാത്രി കർഫ്യൂ ആയി. ഇനിയും വലിയ പാടാണ് അവിടുന്ന് ഉം, വരിക ഉള്ളത്. അഭയാർത്ഥി പ്രവാഹം ഇനി ഉണ്ടായില്ല. അഭയാർത്ഥി പ്രവാഹം ഇന്ത്യക്ക് അങ്ങനെ ഇനിയിപ്പം ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. പിന്നെ ചെയ്യാൻ പറ്റുന്നത് ഇപ്പം മ്യാൻമാറിൽ നിന്നൊക്കെ അഭയാർത്ഥികൾ വരുന്നുണ്ട്, അതുപോലെ ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ അതിർത്തിയിൽ ഇപ്പൊ അവര് മ്യാൻമാറിൽ നിന്ന് വരുന്നവരെ മിസോറാമിലും ഉം, ആസാമിലും ഒക്കെ മണിപ്പൂരിലൊക്കെ ക്യാമ്പ് കെട്ടിയിട്ട് അങ്ങോട്ടേക്ക് മാറ്റും. മാറ്റിയിട്ട് ഉം, അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റ്, ഈ രോഗികൾ ഉം, നമ്മളൊരു ഇത് വെക്കും, ഈ കടന്നു വരുന്നവർക്ക് ഒരു വെറുതെ എല്ലാവരും തള്ളിക്കളയല്ല, ഒരു മാനുഷിക പരിഗണനയുണ്ട്. അതായത് ഗർഭിണികള്, ഉം, രോഗികള്, കൊച്ചു കുട്ടികള്, ഇങ്ങനെയുള്ളവരെ നമ്മള്, ഉം, മുതിർന്ന പൗരന്മാര്, ഇവരെ നമ്മൾ ഇപ്പൊ ചെയ്യുന്ന പണി വെച്ചാൽ ഇവരെ കൊണ്ടുവന്ന് ഈ ക്യാമ്പിൽ എത്തിച്ചിട്ട് ഇവർക്ക് 2-3 ആഴ്ച ഇല്ല 1 മാസത്തേക്കുള്ള ഇവരുടെ ട്രീറ്റ്മെന്റ്, ഉം, ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുക്കും.
എന്നിട്ട് പതുക്കെ അതിർത്തി കടത്തി വിടും. അപ്പൊ മ്യാൻമാറിൽ നിന്ന് വന്നവരൊക്കെ അങ്ങനെയാണ്. മ്യാൻമാറിൽ നിന്ന് MLA ഉൾപ്പെടെ വന്നിട്ടുണ്ട്. MLA സൈനിക ഓഫീസർമാർ ഉൾപ്പെടെ വന്നിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞില്ലേ, ഈ മുറിവേറ്റ് വരുന്നവര്, അല്ലെങ്കിൽ പരിക്കേറ്റ് വരുന്നവര്, അല്ലെങ്കിൽ ഗർഭിണികൾ, ഇല്ലെങ്കിൽ കുട്ടികൾ, അങ്ങനെ ഒരു മാനുഷിക പരിഗണനയുണ്ട്. അതിപ്പോ നമ്മൾ മാത്രമല്ല, ഇന്റർനാഷണൽ എല്ലാ രാജ്യങ്ങളും അത് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന അവരെ കൊണ്ട് താമസിപ്പിക്കല്ല, അവരെ കൊണ്ടുവരുന്നു, അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റും കാര്യങ്ങളും കൊടുത്ത് അവരെ ഒന്ന് സുഖപ്പെടുത്തിയതിന് ശേഷം അവരെ തിരിച്ചയക്കും. ചിലപ്പോൾ അത് 3 മാസം വരെയൊക്കെ നീളാം എന്നുള്ളതേ ഉള്ളൂ. പണ്ട് അങ്ങനെ അല്ലായിരുന്നു. പണ്ട് ഇവരിങ്ങനെ ഇവിടെ എത്തുന്നു, ഇവിടെ എത്തിക്കഴിയുമ്പോൾ അവർക്ക് വ്യാജ തിരിച്ചറിയൽ കാർഡും ആധാർ കാർഡും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നു, അവരെവിടെ സെറ്റിൽ ചെയ്യുന്നത് നയമായിരുന്നു. ഇപ്പൊ അതല്ല നമ്മുടെ. കാരണം ഇപ്പൊ അതിർത്തിയൊക്കെ വളരെ സ്ട്രോങ് ആണ്. BSF വലിയ അധികാരങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. കാരണം 50 കിലോമീറ്റർ ചുറ്റളവിൽ ആരെയും ചോദ്യം ചെയ്യാനും അറസ്റ്റ് ചെയ്യാനും ഒക്കെ കഴിയും. അപ്പൊ അതൊക്കെ വന്നത് കൊണ്ട് ആ ഒരു വിഷയം ഉണ്ടാകുന്നില്ല. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, മ്യാൻമാറിൽ നിന്ന് വലിയ രീതിയിൽ ആൾ വരുന്നുണ്ട് ഇന്ത്യയിലേക്ക്. അത് ഇടയ്ക്കിടയ്ക്ക് ഇന്ത്യ അതിർത്തി അടച്ചിടാറുണ്ട്. ഈ വരുന്നവരെ മുഴുവൻ ക്യാമ്പിലേക്ക് മാറ്റുകയാണ്. ക്യാമ്പിലേക്ക് മാറ്റി 3 ആഴ്ച ടു 3 മാസം വരെയൊക്കെ ഇവിടെ നോക്കിയിട്ട് വീണ്ടും അവരെ തിരിച്ച് അങ്ങോട്ടേക്ക് വിടുന്ന ഒരു രീതിയാണ്. കാരണം നമ്മളിനി അങ്ങനെ ഒരു അഭയാർത്ഥി ഇതൊന്നും പറ്റില്ല. എന്തായാലും ബീച്ചേട്ടൻ പറഞ്ഞതുപോലെ 24 മണിക്കൂറിന് ശേഷം മാത്രമേ അവിടുത്തെ ചിത്രം എന്താണെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓരോ നിമിഷങ്ങൾ കഴിയുന്തോറും വാർത്തകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ബംഗ്ലാദേശിൽ എന്താണ് നടക്കുന്നത് എന്നുള്ള കാര്യത്തിന് ഇപ്പോഴും പല ലോക രാജ്യങ്ങൾക്കും യാതൊരുവിധ വ്യക്തതയും വന്നിട്ടില്ല. അവിടെ കലാപകാരികൾ അഴിഞ്ഞാടുകയാണ്. ഷെയ്ഖ് ഹസീനയുടെ വസതിയിലെല്ലാം കൊള്ളയടിച്ചു കൊണ്ടുപോവുകയാണ്. അവിടെ വസതിയിൽ കയറി അരാജകത്വം കാണിക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ശ്രീലങ്കയിൽ എന്താണോ നമ്മൾ കണ്ടത് അതിന്റെ ഒരു വേറൊരു വേർഷനാണ് ഇപ്പൊ ബംഗ്ലാദേശിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അതായത് എല്ലാ രാജ്യങ്ങളിലും സമാനമായിട്ടുള്ള സാഹചര്യം തന്നെയാണ് കലാപകാരികൾ. അതായത് ഒരേ ഫോർമാറ്റിൽ തന്നെയാണ് ഇവര് കലാപം അഴിച്ചുവിടുന്നത്. അവർ കലാപം തുടങ്ങുന്നു, മറ്റാരൊക്കെയോ പിന്നിലുള്ളതുപോലെ നേരെ പ്രധാനമന്ത്രിയുടെയും പ്രസിഡന്റിന്റെയും വസതികളിലേക്ക് കലാപകാരികൾ എരിച്ചു ചെല്ലുന്നു. അതിനുശേഷം അവിടെയുള്ള സാധനങ്ങളൊക്കെ കൊള്ളയടിക്കുന്നു, കൊണ്ടുപോകുന്നു. അവിടെയുള്ള ഭരണാധികാരികളെല്ലാം വേറെ രാജ്യത്തിൽ അഭയം പ്രാപിക്കുന്നു. അപ്പൊ ഇതിന്റെ പിന്നിൽ ആരാണ് എന്നുള്ളത് കൂടെ വരും ദിവസങ്ങളിൽ ഉറപ്പായിട്ടും അറിയാനേ സാധിക്കും. ഇപ്പൊ തന്നെ പല ആൾക്കാരും പല കോൺസ്പിറസി തിയറികളും പറയുന്നുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ നമ്മൾ എന്താണെന്ന് പൂർണ്ണമായിട്ട് വിശകലനം ചെയ്യാനായിട്ട് സാധിക്കും. താങ്ക് യു ബിച്ചേട്ടാ. താങ്ക് യു സോ മച്ച്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.